Welcome to Shidda's Talk. Hello everyone. Today I am going to help you to study Class 9, Unit 3, Waiting for Rain, Soul Dancers. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റിലുള്ള വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് while we read എന്ന ഭാഗത്തുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ഓതർ നോട്ടീസ് അബൌട്ട് ദ പാസഞ്ചേഴ്സ് ഡ്യൂറിങ് ദ ടർബുലൻസ്? ആ ഒരു പ്രക്ഷുബ്ധ കാലാവസ്ഥയിൽ വിമാനം ആടി ഉലഞ്ഞപ്പോൾ ഓതേഴ്സ് എന്താണ് ആ യാത്രക്കാരിൽ ശ്രദ്ധിച്ചത്? ദ ഓതർ നോട്ടീസ്ഡ് ദാറ്റ് ദ പാസഞ്ചേഴ്സ് വെയർ മോസ്റ്റ്ലി സൈലൻറ്റ് ആൻഡ് വറീഡ് ഡ്യൂറിങ് ദ ടർബുലൻസ്. അപ്പോൾ ആ എഴുത്തുകാരൻ ശ്രദ്ധിച്ചത്, നമ്മുടെ ആ ഒരു എഴുത്തുകാരി ശ്രദ്ധിച്ചത് എന്താണ്? യാത്രക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും വളരെയധികം വറീഡും അതേപോലെ സൈലൻറ്റുമായിരുന്നു ആ ഒരു വിമാനത്തിൻ്റെ ഇളക്കത്തിൽ, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വെയർ ദ യങ് മാൻ ഫ്രം നോർത്തേൺ ഇന്ത്യ സീക്കിംഗ് ഇൻ കേരള? നോർത്തേൺ ഇന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാർ എന്തായിരുന്നു കേരളത്തിൽ തേടിക്കൊണ്ടിരുന്നത്, അല്ലേ? അല്ലെങ്കിൽ എന്താണ് അന്വേഷിക്കുന്നത്? ദ യങ് മാൻ ഫ്രം നോർത്തേൺ ഇന്ത്യ വെയർ സീക്കിംഗ് ദ ഗ്രീൻ പാസ്റ്റേഴ്സ് ആൻഡ് മിരിയഡ് ഹ്യൂസ് ഓഫ് കേരള. They were looking for employment opportunities in Kerala, where everything seemed abundant except for a labor force and rain. അപ്പോൾ നോർത്തേൺ ഇന്ത്യയിലുള്ള ആ ഒരു യുവാക്കൾ കേരളത്തിലുള്ള ആ ഒരു പച്ച പുൽമേടുകളും അതേപോലെ വളരെയധികമുള്ള പല നിറങ്ങളൊക്കെയായിരുന്നു തേടിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അവരിവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ, തൊഴിൽ സാധ്യതകളാണ് മെയിൻലി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബാക്കിയെല്ലാം സമൃദ്ധമായിട്ടുണ്ടെങ്കിലും ഏതിൻ്റെ അഭാവം മാത്രമാണുള്ളത്? നല്ല തൊഴിലാളികളും അതേപോലെ മഴയുടെയും കുറവ് മാത്രമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആൾക്കാർ ജോലി അന്വേഷിച്ച് വരുന്നത്, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ടർബുലൻസ് മേക്ക് ദ ഓതർ ഹാപ്പി? ആ വിമാനത്തിൻ്റെ ആ ഒരു കുലുക്കം, വിമാനത്തിൻ്റെ ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ഓതറെ ഹാപ്പിയാക്കിയത് എന്നാണ് ചോദ്യം. ആൻസർ: The author was happy with the turbulence during the flight because it suggests the possibility of rain and a fulfilling monsoon. അതായത് ആ ഒരു വിമാനത്തിൻ്റെ ഇളക്കം, അല്ലെ, ആ ഒരു ടർബുലൻസ് വ്യക്തമാക്കുന്നത് എന്താണ്? നല്ലൊരു മഴയുടെ സാധ്യതയാണ്, അല്ലേ? നല്ലൊരു സമൃദ്ധമായ മഴക്കാലത്തിൻ്റെ സാധ്യതയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓതർ ഹാപ്പി ആയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഓതേഴ്സ് പ്രൈമറി റീസൺ ഫോർ ട്രാവലിംഗ് ടു കേരള? എന്തായിരുന്നു നമ്മുടെ ഓതറുടെ പ്രഥമ ലക്ഷ്യം കേരളത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ? ദ ഓതേഴ്സ് പ്രൈമറി റീസൺ ഫോർ ട്രാവലിംഗ് ടു കേരള വാസ് ടു എക്സ്പീരിയൻസ് ആൻഡ് വിറ്റ്നസ് ദ മൺസൂൺ. നമ്മുടെ ഓതറുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ, കേരളത്തിലേക്കുള്ള യാത്രയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് മഴ കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിഡ് ദ ഓതർ കോൾ എവറി ഡേ? വാട്ട് വാസ് ദ ക്വയറി? ആരെയായിരുന്നു ഓതർ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്? എന്നിട്ട് എന്തായിരുന്നു അന്വേഷിക്കാറുണ്ടായിരുന്നത്? ദ ഓതർ കോൾഡ് ഹെർ പാരൻസ് ഡെയിലി വിത്ത് എ ക്വയറി അബൌട്ട് ദ വെദർ. അപ്പോൾ എല്ലാ ദിവസവും പാരൻസിനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ട് അന്വേഷിച്ചിരുന്നത് അവിടുത്തെ ആ ഒരു കാലാവസ്ഥയെക്കുറിച്ചായിരുന്നു. Why was the first day of the month of Karkidagam a disappointment for the villages? എന്തുകൊണ്ടായിരുന്നു കർക്കിടകത്തിലെ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഓഫ് കർക്കിടകം, കർക്കിടക മാസത്തിലെ ആദ്യ ദിവസം ആ വില്ലേജേഴ്സിന് നിരാശയുളവാക്കിയത്? ആൻസർ: The disappointment on the first day of the Karkidagam month stemmed from the villagers' anticipation of heavy rainfall typically associated with that time of year. However, contrary to expectations, there was only a minor spell of rain
leaving the villagers questioning the absence of the anticipated downpour. കർക്കിടക മാസത്തിലെ ആദ്യ ദിവസം ഗ്രാമവാസികൾ നിരാശരാവാൻ കാരണം ആ സമയത്ത് പതിവ് പോലെ കനത്ത മഴ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ചെറിയൊരു മഴ മാത്രമായിരുന്നു പെയ്തത്. അതിനാൽ പ്രതീക്ഷിച്ച കനത്ത മഴ കിട്ടാതിരുന്നതിൽ ഗ്രാമവാസികൾ ആശങ്കപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where did the author expect to celebrate the onset of the monsoon? എവിടെ വെച്ചായിരുന്നു ഓഥർ പ്രതീക്ഷിച്ചിരുന്നത് ടു സെലിബ്രേറ്റ് ദ ഓൺസെറ്റ് ഓഫ് ദി മൺസൂൺ? മൺസൂണിന്റെ ആരംഭം ആഘോഷിക്കാൻ. ആൻസർ. The author expected to celebrate the onset of the monsoon in her village in Kerala. ഓഥർ മൺസൂണിന്റെ ആരംഭം കേരളത്തിലുള്ള അവരുടെ ജില്ലയിലായിരുന്നു ആഘോഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് അക്കോർഡിംഗ് ടു ദ ഓഥർ ഈസ് ദ ഇമ്പാക്ട് ഓഫ് ബിൽഡിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് കട്ടിംഗ് ഡൗൺ ട്രീസ് ഓൺ വാട്ടർ റിസോഴ്സസ്? ഓഥറുടെ അഭിപ്രായത്തിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുകയും മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്താൽ ജലസ്രോതസ്സുകൾക്ക് എന്ത് ദോഷമാണ് സംഭവിക്കുന്നത്? Building concrete structures and cutting down trees reduce water resources. Rainwater cannot seep into the ground and mostly runs off the surface. This makes water scarce and forces people to buy expensive alternative like tank water. മരങ്ങൾ വെട്ടിമാറ്റുകയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുകയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ലഭ്യത കുറയും. റെയിൻ വാട്ടർ എന്ത് ചെയ്യില്ല, നമ്മുടെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങില്ല, അത് ഉപരിതലത്തിലൂടെ അങ്ങനെ ഒഴുകി പോവുകയാണ് ചെയ്യുക. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത കുറയുകയും നമ്മൾ എക്സ്പെൻസീവായ വില കൂടിയ ടാങ്കർ വാട്ടറുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിതരാകുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഡസ് ദ ഓഥർ കമ്പയർ ദ മൺസൂൺ to in terms of anticipation and disappointment? പ്രതീക്ഷയും നിരാശയും അനുഭവപ്പെടുത്തുന്ന മൺസൂണിനെ ആരുമായാണ് ഓഥർ കമ്പയർ ചെയ്യുന്നത്? ആൻസർ. ദ ഓഥർ കമ്പയർസ് ദ മൺസൂൺ ടു ദ മച്ച് awaited visit of a rich relative which turns into a joyless anticlimax. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമ്പന്നനായ ഒരു ബന്ധുവിൻ്റെ വരവിനോടെയാണ് ഓഥർ ഇവിടെ മഴയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് സന്തോഷമില്ലാത്തതായി തീർന്നിരിക്കുന്നു, നിരാശാജനകമായിരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മുടെ ഓഥർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ ഓഥേഴ്സ് അങ്കിൾ അക്യൂസ് ദ മൺസൂൺ ഓഫ് ഇൻ ദ പാസേജ്? ഈ ഒരു പാസേജിൽ ഓഥറുടെ അങ്കിൾ എങ്ങനെയാണ് മൺസൂണിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ. ദ ഓഥേഴ്സ് അങ്കിൾ അക്യൂസ് ദ മൺസൂൺ ഓഫ് കാട്ടിക്കൂട്ടി പോവുക, മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് ദ ഗ്രേ സ്കൈസ്, റംബ്ലിംഗ് തണ്ടർ ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദ എയർ ബട്ട് നോട്ട് ഷോയിങ് അപ്പ്. ഇരുണ്ട കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശവും ഗർജിക്കുന്ന ഇടിവെട്ടും ശാന്തമായ അന്തരീക്ഷവുമെല്ലാം ഒരുക്കിയിട്ടും മഴ പെയ്യാതെ പോയി. അതിനെയാണ് ഓഥറുടെ അങ്കിള് കാട്ടിക്കൂട്ടി പോവാന്നും പറഞ്ഞ് മഴയെ കുറ്റപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ ഓഥർ ഫൈനലി ഹിയർ ദ സൗണ്ട് ഓഫ് റെയിൻ? എപ്പോഴായിരുന്നു ഓഥർ ഒടുവിൽ ആ ഒരു മഴയുടെ ശബ്ദം കേട്ടത്? ആൻസർ. ദ ഓഥർ വോക്ക് അപ്പ് ടു ദ സൗണ്ട് ഓഫ് റെയിൻ അറ്റ് 2 AM. 2 മണി, പുലർച്ചെ 2 മണിക്കായിരുന്നു ആ മഴയുടെ സൗണ്ട് കേട്ട് ഓഥർ എഴുന്നേറ്റത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ദ സൗണ്ട് ആൻഡ് ഫീലിംഗ് ഓഫ് റെയിൻ? എങ്ങനെയായിരുന്നു ഓഥർ മഴയുടെ ആ ഒരു ശബ്ദത്തെയും ആ ഫീലിങ്ങിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തത്, വിവരിച്ചത്? ആൻസർ. ദ ഓഥർ ഡിസ്ക്രൈബ് ദ റെയിൻ ആസ് സ്ട്രൈക്കിംഗ് ഗമക ലേഡൻ നോട്ട്സ്. ദ റെയിൻ ഡ്രോപ്സ് fall on different places and make different sounds like music. These sounds bring peace, joy and beauty to the world. മഴയെ ഓഥർ ഗമകങ്ങളോട് കൂടിയ സ്വരങ്ങളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മഴത്തുള്ളികൾ
വിവിധ സ്ഥലങ്ങളിൽ പതിച്ച് സംഗീതം പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ശബ്ദങ്ങൾ ലോകത്തിന് സമാധാനവും സന്തോഷവും സൗന്ദര്യവും നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് ദ ഓഥർ എഫ്രൈഡ് ഈവൻ ടു സൈ ഇൻ പ്ലഷർ വൈൽ വാച്ചിങ് ദ റെയിൻ? എന്തുകൊണ്ടാണ് ഓഥർ ഭയക്കുന്നത് മഴ കാണുന്ന സമയത്ത്? ആൻസർ: The author was afraid to sigh in pleasure because she feared it might frighten the rain away. മഴ ഓടിപ്പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് സന്തോഷത്തോടെ ശ്വാസം കഴിക്കാൻ പോലും, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒന്ന് നെടുവീർപ്പിടാൻ പോലും, ആ മഴ കണ്ട സന്തോഷത്തിൽ ഒന്ന് നെടുവീർപ്പിടാൻ പോലും ഓഥർ ഭയക്കുന്നത്. അടുത്ത ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്തുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ ഓഥർ ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് ദ മൺസൂൺ? മൺസൂണിൻ്റെ ആ ഒരു പെരുമാറ്റ രീതികളെ, ബിഹേവിയറിനെ എങ്ങനെയാണ് ഓഥർ ഡിസ്ക്രൈബ് ചെയ്തത്? ആൻസർ: ദ ഓഥർ ഡിസ്ക്രൈബ് ദ മൺസൂൺ ആസ് അപ്രോച്ചിങ് വിത്ത് റിലക്റ്റൻസ്, ഡിലേയിങ് ഇറ്റ്സ് അറൈവൽ ആൻഡ് കോസിങ് ആൻസൈറ്റി ആൻഡ് കൺസേൺ എമംഗ് ദ വില്ലേജേഴ്സ് ഇൻ കേരള. മടിയോടെ വൈകി എത്തിയ മൺസൂൺ കേരളത്തിലെ ഗ്രാമവാസികളിൽ ഉത്കണ്ഠയും ആശങ്കയും ഉണ്ടാക്കിയതായിട്ട് ഓഥർ പറയുന്നു. The grey skies suggested rain, but the blanched greenery in the village said something else. ആകാശത്തിൻ്റെ ചാരനിറം മഴ വന്നേക്കാമെന്ന് സൂചിപ്പിച്ചെങ്കിലും ഗ്രാമത്തിലെ വാടിയ അല്ലെങ്കിൽ വിളറിയ പച്ചപ്പുകൾ മറ്റൊന്നാണ് പറഞ്ഞത്. The author compares the monsoon to the much awaited visit of a rich relative, which turns into a joyless anti-climax. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ധനികനായ ബന്ധുവിൻ്റെ വരവ് സന്തോഷം നൽകാതെ നിരാശയായി മാറുന്നതുമായി മൺസൂണിനെ ഓഥർ ഉപമിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ വില്ലേജേഴ്സ് ഫീൽ അബൌട്ട് ദ ഡിലേഡ് മൺസൂൺ? വൈകിയെത്തിയ ആ ഒരു മൺസൂണിൽ വില്ലേജേഴ്സിന്, ഗ്രാമവാസികൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത്? Answer: The villagers in Kerala were disappointed and frustrated by the delayed monsoon, which led to drought and water scarcity. വൈകി വന്ന മൺസൂൺ മൂലം കേരളത്തിലെ ജനങ്ങൾക്ക് നിരാശയും വിഷമവും അനുഭവിച്ചു. കിണറുകളും കനാലുകളും വറ്റുവരളുകയും വെള്ളത്തിൻ്റെ നിരപ്പുകൾ വളരെ താഴ്ന്നു കിടക്കുകയും ചെയ്തു. It had been 2 decades since they saw the wells and canals dry up and the water level fall so low. The summer drought had been intense. The monsoon behaved with diffidence, leaving everyone in the village feeling both helpless and powerless. 20 വർഷത്തിനുള്ളിലെ ഏറ്റവും കഠിനമായ വേനൽക്കാലം വളരെയേറെ ദുരിതമായിരുന്നു. വളരെ മിതമായ രീതിയിൽ വന്ന മൺസൂൺ കേരളത്തിലെ ജനങ്ങൾ എന്തു ചെയ്യും എന്നറിയാത്ത നിസ്സഹായാവസ്ഥയിൽ ആയിപ്പോയി. Then third question. What emotions and sensation did the author experience when the monsoon finally arrived? ഒടുവിൽ മൺസൂൺ എത്തിച്ചേർന്നപ്പോൾ നമ്മുടെ അനിത നായർക്ക് ഓഥറിനുണ്ടായിരുന്ന ആ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Answer: When the monsoon finally arrived, the author felt a sense of relief and comfort. She compared the monsoon to a prodigal son returning home. The author described the sounds and sensation of the rain in detail, conveying a deep connection and appreciation for the monsoon. She described the rain as striking gamaga-laden notes and different paces, and it brought a sense of well-being and beauty to the world. മൺസൂൺ എത്തിയപ്പോൾ ഓഥർക്ക് സമാധാനവും ആശ്വാസവും തോന്നി. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ധൂർത്തനായ പുത്രനോടാണ് മൺസൂണിനെ ഓഥർ ഉപമിച്ചത്. മഴയുടെ ശബ്ദങ്ങളും അനുഭവങ്ങളും വളരെ വിശദമായി തന്നെ വിശദീകരിച്ച് മൺസൂണിനോടുള്ള അതിശക്തമായ അനിത നായരുടെ ബന്ധവും ഇഷ്ടവും വളരെ വ്യക്തമായി തന്നെ എഴുത്തുകാരി ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. മഴ വിവിധ ഇടങ്ങളിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളെ ഗമകങ്ങളായി വിശേഷിപ്പിക്കുകയും ഈ ശബ്ദങ്ങൾ ലോകത്തിന് സമാധാനവും സന്തോഷവും സൗന്ദര്യം പകരുന്നതായി അനിത നായർ വിശദീകരിക്കുന്നു. Question. Discuss the author's anticipation, reflection and experience of the monsoon and the sense of well-being it brings to her. മഴയെക്കുറിച്ചുള്ള
ഓതറുടെ പ്രതീക്ഷകൾ, ആലോചനകൾ, അനുഭവങ്ങൾ, കൂടാതെ മഴ നൽകുന്ന സുഖാനുഭവം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്ത് എഴുതുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും? ഞാൻ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ദ ഓതർ eagerly waits for the monsoon, thinking about its importance. She remembers how the monsoon has brought both joy and disappointment in the past. She compares it to a long-awaited visit from a rich relative and to the return of a prodigal son. When the monsoon finally arrives, she feels happy and at peace. She enjoys the gentle sound of rain on her roof at daybreak, and the rain makes her feel deeply connected, happy and contentment. ഓതർ ആകാംക്ഷയോടെ മൺസൂണിനെ അതിൻ്റെ പ്രാധാന്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. She remembers how the monsoon has brought both joy and disappointment in the past. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയൊക്കെയായിരുന്നു മൺസൂൺ സന്തോഷവും നിരാശയൊക്കെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഥാകൃത്ത് ഓർക്കുന്നു. ഷി കമ്പയർസ് ഇറ്റ് ടു എ ലോങ് awaited വിസിറ്റ് ഫ്രം എ റിച്ച് റിലേറ്റീവ് ആൻഡ് ടു ദ റിട്ടേൺ ഓഫ് എ prodigal son. മൺസൂണിനെ സമ്പന്നമായ റിലേറ്റീവ് വീട്ടിൽ വരുന്നതിനോടും അതേപോലെ ദൂർത്തനായ പുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതുമായും കഥാകാരി ഇവിടെ കമ്പയർ ചെയ്യുന്നു. When the monsoon finally arrives, she feels happy and at peace. ഒടുവിൽ മൺസൂൺ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് അതിയായ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു. She enjoyed the gentle sound of rain on her roof at daybreak. പുലർക്കാലത്ത് അവരുടെ ഓടിൻ പുറങ്ങളിൽ വീഴുന്ന ആ ഒരു മഴയുടെ സൗണ്ട് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നു. And the rain makes her feel deeply connected, happy and contentment. മഴ അവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള ആ ഒരു ബന്ധവും സന്തോഷവും സംതൃപ്തിയൊക്കെ നൽകുന്നു. ഇതാണ് നമുക്ക് നാലാമത്തതിന്റെ ആൻസർ. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഡിസ്ക്രൈബ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഇൻ യുവർ വേർഡ്സ്. അപ്പോൾ ഈ വർഷത്തെ മൺസൂൺ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ എൻ്റെതായ വേർഡ്സ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായ വേർഡ്സിൽ അതൊന്ന് എഴുതി നോക്കുക. ഓക്കെ. This year's monsoon was good with rain coming on time and plenty of it. It gives enough water for the fields and wells, bringing life and growth to the land. People were thankful for the rain and the relief it brought to everyone. എന്താണ് ഇതിൻ്റെ മലയാളം അർത്ഥം? എന്താണ്? ഈ വർഷത്തെ മൺസൂൺ വളരെ നല്ലതായിരുന്നു. മഴ സമയത്ത് വന്നതും ധാരാളം ലഭിക്കുകയും ചെയ്തു. വയലുകൾക്കും കിണറുകൾക്കും മതിയാവോളം വെള്ളം കിട്ടി. ഭൂമിക്ക് ജീവനും വളർച്ചയും നൽകി. മഴ എല്ലാവർക്കും ആശ്വാസം നൽകുകയും ജനങ്ങൾ അത് വളരെ നന്ദിയോടെ ഓർക്കുകയും ചെയ്തു. ഓക്കെ ഡിയേഴ്സ്, ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ ഒരു പാഠഭാഗത്ത് ഉള്ളത്. ഇനി വരുന്നത് ആക്ടിവിറ്റീസാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.